ഏപ്രിൽ 21 വരെയാണ് ഈ വെടിനിർത്തൽ കരാർ ഉള്ളത്. ഇനി 9 ദിവസം മാത്രമാണ് ബാക്കി. ഈ 9 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു രണ്ടാം റൗണ്ട് ചർച്ചകൾക്കുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇറാൻ US പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ നേർക്കുനേർ വ്യാഴാഴ്ച ചർച്ച നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ ദ അസോസിയേറ്റഡ് പ്രസ് ഇപ്പോൾ പുറത്തുവിടുന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ ഇതിനുള്ള ആശയവിനിമയം സജീവമായി തുടരുകയുമാണ്. 20 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തരുത് എന്ന ആവശ്യത്തിലാണ് ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 20 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നടത്തരുത് എന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിച്ചില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഒരു 5 വർഷത്തേക്ക് വരെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഒരു മൊറട്ടോറിയത്തിന് ഇറാൻ തയ്യാറായേക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് അമേരിക്ക അംഗീകരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങൾ നിർണായകമാണ്. എന്തായാലും മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ ഒരു ചർച്ചകൾക്ക് കൂടിയുള്ള ശ്രമങ്ങൾ, നയതന്ത്ര ശ്രമങ്ങൾക്ക് മുൻകൈ എടുത്തിരിക്കുന്ന നമുക്കറിയാം. കാർത്തിക്, ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനായിരുന്നു. പിന്നീട് പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായ മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെടുന്നു. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഇടപെടുക, കാരണം ഇപ്പോൾ ആഗോളതലത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹോർമുസിലൊക്കെ അമേരിക്ക ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ നേരത്തെ ഹോർമുസിൻ്റെ ഇറാന്റെ ആനുകൂല്യം പറ്റിയിരുന്ന ഇന്ത്യക്കും റഷ്യയ്ക്കും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യം ഒരുങ്ങും. അപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു മധ്യസ്ഥ ശ്രമത്തിന് തയ്യാറാകുന്നുണ്ടോ? അത് ഇറാനും അമേരിക്കയും സമ്മതിക്കണം, അത് ശരിയാണ്. ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ തുർക്കി കൂടി ഈ ഘട്ടത്തിൽ സജീവമായി ചർച്ചകൾക്കുള്ള സാധ്യതകൾ തേടുകയാണ്. തുർക്കിയുടെ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷേ ജനീവയിലോ തുർക്കിയിലോ ഈ രണ്ടാം ഘട്ട ചർച്ച നടക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും സജീവമായി തുടരുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഹോർമുസിലെ പ്രതിസന്ധി തന്നെയാണ്. നിലവിൽ ദിവസേന 140 കപ്പലുകളാണ് ഈ യുദ്ധത്തിന് മുൻപ് ഈ ഹോർമുസിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ അത് ആഗോളതലത്തിൽ തന്നെ ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധി അത് കൂടുതൽ രൂക്ഷമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് സജീവമായ ഇടപെടലുകൾ പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്.